Hello friends, how are you? Welcome to another class Hindi. നമ്മൾ ഇന്ന് ഒരു പുതിയ ചാപ്റ്ററാണ് പഠിക്കുന്നത്. ലെസൺ 13 നശ. നശ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നശ മീൻസ് പ്രൈഡ്, അഭിമാനം, അഹങ്കാരം. വലിയ ആൾക്കാർക്ക് പല തരത്തിലുള്ള പ്രൈഡാണ് ഉള്ളത്. ഓക്കെ, അല്ലെ ന്യൂ വേർഡ്സ് ആണ് പറയാൻ പോകുന്നത്. സെമീന്ദാർ, സെമീന്ദാർ, ഫർഷ്, സെമീന്ദാർ, ഫർഷ്, തർക്ക്, വേദതി, ഉത്കണ്ഠത, സിദ്ധാന്തം, ആർത്തിക്, സ്ഥഹിത്, ആവുപകത്ത്, കുസ്താഗി, കാൻസാമ, അഗുവാനി, സാമർത്ഥ്യ, ധരാതൽ. സെമീന്ദാർ, ഫർഷ്, തർക്ക്, വേദതി, ഉത്കണ്ഠ, സിദ്ധാന്ത്, സ്ഥഹിത്, ആവപകത്ത്, കുസ്താഗി, കാൻസാമ, അനുബാനി, സാമർത്ഥ്യ, ധരാത്. ഇത് പിന്നെ നശ എന്ന കവിത മുൻഷി പ്രേംചന്ദ് എഴുതിയ ഒരു ഇതാണ്. മുൻഷി പ്രേംചന്ദ് എഴുതിയ ഒരു ലേഖനമാണ് നശ. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ കഥാകാരനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. മുൻഷി പ്रेमचंद का हिंदी साहित्य में विशेष स्थान है. മുൻഷി പ്രേംചന്ദിന് ഹിന്ദി സാഹിത്യത്തിൽ അനേകമായിട്ടുള്ള ഒരു വിശേഷ സ്ഥാനമാണുള്ളത്. ആർക്കാണ്? മുൻഷി പ്രേംചന്ദിന്. മുൻഷി പ്രേംചന്ദിന് ഹിന്ദിയിലെ വിശേഷമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. उपन्यास सम्राट कहलाए जाने वाले प्रेमचंद वे वास्तव में इस विद्या का सूत्रपात किया. उपन्यास सम्राट कहलाए, उपन्याസം സാമ്രാട്ടും കഹലായ പറയുന്നതോടൊപ്പം ജാനെ വാലെ പ്രേംചന്ദ് വേ, പോകുന്ന പ്രേംചന്ദിന് വാസ്തവത്തിൽ ഈ വിദ്യാക്ക सूत्रपात किया. गद्य साहित्य, कथा साहित्य सभी में उनका अनूठा विचित्र योगदान है. अपने मौलिक सामाजिक तथा गरिमामयी रचनाओं में उन्होंने हिंदी साहित्य को ऊंचा उठाया व गौरवान्वित किया. उनका जन्म 31 जुलाई 1880 को 1880 वाराणसी जिले में हुआ. 31 ജൂലൈ 1880 എവിടാണ് ജനിച്ചത്? വാരണാസിയിലാണ്. ആര് ജനിച്ചതാണ്? മുൻഷി പ്രേംചന്ദ്. ധനപത് റായ് था. കുട്ടിക്കാലത്തെ പേരായിരുന്നു കുട്ടിക്കാലത്തെ പേര് ഏതായിരുന്നു? ധനപത് റായ്. ഹിന്ദു ലേഖൻ കെ ക്ഷേത്ര में പ്രേംചന്ദ് के नाम से प्रसिद्ध हुए എന്ന ആ ലേഖനത്തിന്റെ ക്ഷേത്രത്തിൽ പ്രേംചന്ദിന്റെ പേര് വളരെയധികം എന്തായി മാറി? ഫേമസ് ആയി മാറി. प्रसिद्ध हुए. उनकी 350 कहानियां मान सरोवर के 8 भागों में प्रकाशित है. ओके, 350 कहानियां 350 कहानियां मानसरोवर के 8 भागों में മാൻസരോവർ എന്ന 8 ഭാഗത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗോദാൻ, നിർമ്മൽ, രംഗഭൂമി, കർമ്മഭൂമി, സേവാ സദൻ ആദി ഉनके ശ്രേഷ്ഠതം ഉപന്യാസ്. പ്രേംചന്ദിന്റെ ശ്രേഷ്ഠ മുഖ്യ ഉപന്യാസമാണ് ഏതൊക്കെ? മുഖ്യ ഉപന്യാസങ്ങൾ ഏതൊക്കെയാണ്? ഗോദാൻ, നെക്സ്റ്റ് നിർമ്മല, രംഗഭൂമി, कर्मभूमि, सेवा सदन और इनके श्रेष्ठम उपन्यास के. ईद का पंचपरमेश्वर बड़े घर की बेटी प्रसिद्ध कहानियां के. 2 പ്രശസ്തമായ കഹാനികളാണ് ഉള്ളത്. ഏതാ? ഈദ്ഗാഹും പഞ്ചപരമേശ്വർ. ബഡേ കർ കി ബേട്ടി എന്ന പ്രശസ്ത കഹാനിയാകെ 1931
പൈൻ ജ്യൂസിൽ അദ്ദേഹം 1936 അത് സ്വർഗവാस हो गया, അദ്ദേഹം മരണപ്പെട്ടു. മുൻഷി പ്രേംചന്ദ്ക്ക് ഹിന്ദി സാഹിത്യത്തിന് വിശേഷ സ്ഥാനം. മുൻഷി പ്രേംചന്ദിന് ഹിന്ദി സാഹിത്യത്തിൽ വിശേഷമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. ഉപന്യാസ് സമ്രാട്ട് കഹലായൻ ജാനേവാലെ, ഉപന്യാസ് സമ്രാട്ട് കഹലായ ഉപന്യാസ് സമ്രാട്ടങ്ങൾ जाने प्रेमचंद में वास्तव में इस विद्वा का सूत्रपात किया. गद्य साहित्य, कथा साहित्य सभी में उनका अनूठा योगदान है. अपनी मौलिक, सामाजिक तथा गारिमामयी रचनाओं से उन्होंने हिंदी साहित्य को ऊंचा उठाया व गौरवान्वित किया. उनका जन्म 31 जूलाई 1880 വാരണാസി ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. 31 ജൂലൈയിൽ 1880 ജൂലൈ 31 അദ്ദേഹം വാരണാസി ജില്ലയിൽ ജനിച്ചത്. ബെഞ്ചപ്പൻ കാ നാം ധനപത റായ്, ആ കുട്ടിക്കാലത്തെ പേരായിരുന്നു ഏതാ? ധനപത റായ്. ഹിന്ദു ലേഖക ക്ഷേത്രമേ പ്രേംചന്ദ് കെ നാമ സെ പ്രശസ്ത ഹുയ, എന്നാൽ ആ ലേഖനത്തിൻ്റെ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് എന്തായി? പ്രശസ്തമായി മാറി. उनकी 350 कहानियाँ मानस सरोवर के 8 भागों में प्रकाशित है. उनकी 350 कहानी അദ്ദേഹത്തിൻ്റെ മുന്നിൽ പല കവിതകൾ മാൻ സരോവർ എന്നതിൽ 8 ഭാഗമേ പ്രകാശിക്കുക, 8 ഭാഗത്തിൽ പ്രകാശിച്ചിട്ടുണ്ട്. ഗോദാൻ, നിർമ്മല, രംഗഭൂമി, കർമ്മഭൂമി, സേവാസദൻ ആദി ഇൻകെ ശ്രേഷ്ഠതം ഉപന്യാസ് ഹെ. ഇതിൽ ഏതൊക്കെയാണ്? ഗോദാൻ, നിർമ്മല, രംഗഭൂമി, കർമ്മഭൂമി, സേവാസദൻ ആദി ഇൻകെ സേവാസദനം മുതലായവ ശ്രേഷ്ഠതം ഉപന്യാസ് ഹെ. ഈദ് കാത് പഞ്ചപരമേശ്വർ ബേഡേക്കർ की बेटी प्रशस्त कहानियां है. 1936 इनका स्वर्गवास गया. അതിൽ നെക്സ്റ്റ് നോക്കി നമ്മൾ നെസയാണ് പഠിക്കുന്നത്. ഫ്രൈഡ് ആണ്. നെസ മീൻസ് ഫ്രൈഡ്. ഓക്കെ. ഷെമീൻഖ ആണ്. ഏതാ? ഷെമീൻഖ. നെക്സ്റ്റ് ഫഷ്. ഏതാണ്? ഫഷ്. തക്ക്, बेदगी, उत्खंडता, सिद्धांतों, अखबारी, सामर्थ्य, धरातल,
ऐसे नशों में സർവ പരീകെ സബ് തരത്തെ നശ പലതരത്തിലുള്ള നശ സർവ പരിയാണ്. പൈസയ്ക്ക നശ, പൈസ കൊണ്ടുള്ള അഹങ്കാര, ഗർവ്. ധനവാനോं से ईर्ष्या करने वाले लेखक पर संपन्नता का नशा. ധനവാനും ഉള്ള ഈർഷ്യ എന്ന് വെച്ചാൽ എനിക്ക് പണമുണ്ട്, മറ്റെല്ലാ സുഖ സൗകര്യങ്ങളുണ്ട് എന്നുള്ള അതിലുള്ള ആ ഈർഷ്യയും സവാൽ ഹുവ അവർ ഉസ്കാ ക്യാ പരിണാം ഹുവ ഇസ് കഹാനിമേയും പഠി. നമ്മൾ ഇതിലുള്ള ഈ നശ കൊണ്ടുള്ള ആ ദോഷഫലങ്ങളാണ് നമ്മൾ ഈ കഹാനിയിൽ നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ ദോഷഫലങ്ങൾ. നമുക്ക് ഒരുപാട് നശയുണ്ടെങ്കിൽ, ഒരുപാട് പ്രൈഡ് ഉണ്ടെങ്കിൽ, അഭിമാനം ഉണ്ടെങ്കിൽ, നമുക്ക് വളരെയധികം അഹങ്കാരം ഉണ്ടെങ്കിൽ, നമുക്ക് ഒരുപാട് ധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്ത് പല രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈശ്വരി മേര മിത്രത, എൻ്റെ കൂട്ടുകാരനായിരുന്നു ആരാ? ഈശ്വരി മേര മിത്രത. ബഹുത്ത് അമീറായിരുന്നു എന്ന് വെച്ചാൽ എന്തുവാ? പണക്കാരനായിരുന്നു, വളരെയധികം അമീറായിരുന്നു. അമീർ എന്ന് വെച്ചാൽ എന്താണ്? വളരെ പണക്കാരനായിരുന്നു. മൈൻ ഗരീബ്, ഞാനോ പാവപ്പെട്ടവൻ ആയിരുന്നു. ജമീന്ദാർ പരിവാർക്ക് സംബന്ധിത അവൻ ജമീന്ദാർ പരിവാർക്ക് എന്ന് വെച്ചാൽ വലിയ കുടുംബക്കാരായിട്ട്, ജമീന്ദാറുമായിട്ട് എന്ന് വെച്ചാൽ ഭൂവുടമകളുമായിട്ടായിരുന്നു സംബന്ധം. മൈൻ പ്രായക ജമീന്ദാരോഗ്യ ബുരായി കത്താരെത്താത്ത, ഞാൻ എന്തോ പ്രായക കുറേശ്ശെ ജമീന്ദാരോഗ്യ ബുരായി, ആ ഭൂവുടമകളുടെ ആ ബുരായി മീൻസ് ബാഡിനെസ്. ബുരായി മീൻസ് ബാഡിനെസ്. എന്നുവെച്ചാൽ ആ പണക്കാരുടെ ബാഡിനെസ് മോശപ്പെട്ട രീതിയിൽ മനസ്സിലാക്കി. ഹിന്ദു ബുരാനഹീമാൻ എന്നാൽ അവർ അത് ഒരു മോശമാണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. ജമീന്ദാരോं का पक्ष लेता അവർ തർക്കു में हार जाने पर भी मुस्कुराता रहता. എന്നാലോ ജമീന്ദാരോं का पक्ष ഭൂവുടമകളുടെ പക്ഷത്തിൽ നിന്നാൽ തർക്കുമേ ഹാർ ജാനെ പർഫി, ആ തർക്കത്തിൽ പരാജയത്തിലേക്ക് പോകുകയും മുസ്കുരാത്താരായിരുത്ത പുഞ്ചിരിക്കൊക്കെ ചെന്നുവെച്ചാൽ ഈ പണക്കാരോടൊട്ട് നമ്മൾ ഉടക്കാൻ തന്നെ നമ്മളാണ് പരിചയപ്പെടുന്നത്. അവരതിൽ പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. അമീരോഗി പാന്തി ഉസ്മേ വേദത്തി അവർ ഉത്കണ്ഠതാദ്യം. അമീരോഗി പാന്തി, പണക്കാരെ പോലെ ഉസ്മ, അതിൽ വേദത്തി ഉത്കണ്ഠതയും ഉണ്ട്. നൗക്കരോഗ്യ സാത്ത് ഉസ്ക വ്യവഹാർ വ്യക്തിക്ക് കടോരുത്ത. ആ നൗക്കരോഗ്യ സാത്ത്, ആ വേലക്കാരോടുള്ളപ്പോൾ ഉള്ള ആ ഉസ്ക വ്യവഹാർ മീൻസ് ബിഹേവിയർ, അവരുടെ ആ പെരുമാറ്റം. വ്യവഹാർ മീൻസ് ബിഹേവിയർ, ആ പെരുമാറ്റം. വ്യക്തിക്ക് കടോരുത്ത, വളരെയധികം എന്തായിരുന്നു? കഠോരമായിരുന്നു, ക്രൂരമായിരുന്നു. ഹിന്ദു അപ്പനെ ദോസ്തവും വിശേഷകർ മേരെ സാത്ത് ഉസ്ക വ്യവഹാർ വ്യക്തിക്ക് നമ്രത. ഹിന്ദു എന്നാൽ അപ്പനെ ദോസ്തവും തൻ്റെ കൂട്ടുകാരോടും വിശേഷക്കാരോടും മേരെ സാത്ത് എൻ്റെ കൂടെ ഉസ്ക വ്യവഹാർ വ്യക്തിക്ക് നമ്രത, അവൻ്റെ പെരുമാറ്റം എന്തായിരുന്നു? വളരെ നമ്രമായിരുന്നു, വിനയമായിരുന്നു. കൂട്ടുകാരോടും വിശേഷിച്ച് മറ്റുള്ളവരുടെ മേരെ സാത്ത് എന്നോടൊപ്പം ഉസ്ക വ്യവഹാർ, അവരുടെ ആ ബിഹേവിയർ വളരെയധികം വിനയത്തോടു കൂടി ആയിരുന്നു. പക്ഷേ കൂട്ടുകാരോടൊപ്പം അവന് പണമുള്ളെന്ന യാതൊരു അഹംഭാവവും കാണിച്ചിരുന്നില്ല. ഈശ്വരി മേരി മിത്രത്ത, ഈശ്വരി എൻ്റെ കൂട്ടുകാരൻ ആയിരുന്നു. വകബെഗത്ത് അമീർത്ത, വളരെ പണക്കാരനായിരുന്നു. വകബെഗത്ത് അമീർത്ത അവർ മൈ ഗരീബ്, എന്നാൽ ഞാനും പാവപ്പെട്ടവനായിരുന്നു. വക ജമീന്ദാർ പരിവാർസെ സംബന്ധിത അവൻ ജമീന്ദാർ ഭൂവുടമകളുമായിട്ടാണ് കൂടുതൽ കൂട്ടുകെട്ടിരുന്നത്. മൈൻ പ്രായക ജമീന്ദാരോഗ്യ ബുരായി കർത്താരക്താത്ത, പ്രായക അവരുടെ ആ മോശ സ്വഭാവങ്ങൾ, ആ ബാഡ്നെസ് എനിക്ക് മനസ്സിലായി. എന്നാൽ അതൊരു ബാഡ്നെസ് ആണെന്ന് അവർ അംഗീകരിക്കുന്നില്ല. ബുരാനഹീമായിട്ടാത്ത അവർ ബാഡ്നെസ്സായി അവരെന്തോ ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ജമീന്ദാരോं का पक्ष लेता അവർ തർക്കു में हार जाने पर भी मुस्कुराता रहता. ജമീന്ദാരോं के पक्ष, ആ ഭൂവുടമകളുടെ പക്ഷവും അവർ തർക്കുമേ ഹാർ ജാനെ പർ, ആ തർക്കത്തിൽ പരാജയപ്പെടുക, എന്നിട്ട് അതിലവർ മുസ്കുരാന പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നു. അമീരോങ്കി ഫാംതി ഉസ്മേ വേദത്തി അവർ ഉത്കണ്ഠ, ആ പണക്കാരോട് ആ രീതികൾ വളരെ നമ്മളെ വളരെയധികം ഉത്കണ്ഠത ഭയപ്പെടുത്തുന്നു. നൗകരന്റെ സാത്ത് ഉസ്ക വ്യവഹാർ വ്യക്തിക്ക് കടോരുത്ത, ആ ജോലിക്കാരോടൊപ്പം അവരുടെ പെരുമാറ്റം, അവൻ്റെ പെരുമാറ്റം ജോലിക്കാരോട് നൗകരോങ്കെ സാത്ത്,
ജോലിക്കാരോടുള്ള അവരുടെ പെരുമാറ്റം എന്താണ്? പെരുമാറ്റം വ്യവഹാർ വ്യക്തിക്ക് കഠോരത വളരെയധികം എന്തായിരുന്നു? കഠോരമായിരുന്നു, ക്രൂരമായിരുന്നു. ഹിന്ദു अपने दोस्तों विशेषकर मेरे साथ उसका व्यवहार വ്യക്തിക്ക് നർമ്മ था. എന്നാൽ ഹിന്ദു अपने दोस्तों തൻ്റെ കൂട്ടുകാരോടും വിശേഷിച്ചുള്ള മറ്റുള്ള ഗസ്റ്റുകളോടും മേരെ സാത്ത് എന്നോടൊപ്പം ഉസ്ക വ്യവഹാർ വ്യക്തിക്ക് നമ്രത അവൻ്റെ പെരുമാറ്റം വളരെയധികം എന്തായിരുന്നു? നമ്രായിരുന്നു, വിനയത്തോടു കൂടിയാണ് മറ്റുള്ളവരുടെ കൂട്ടുകാരോടൊക്കെ പെരുമാറിയിരുന്നത്. ഞാൻ ഈ ഭൂ ഉടമകളുടെ ബുരായി സിദ്ധാന്തോങ്കി ആ മോശപ്പെട്ട സിദ്ധാന്തങ്ങളെ അനുസരിച്ചിരുന്നില്ല. अब ഇത് अपनी ആർത്തിക സ്ഥിതിക്ക് കാരണം എനിക്ക് എൻ്റെ ആർത്തിക സ്ഥിതിയായിരുന്നു, കാരണം ഞാൻ പാവപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, അതായിരുന്നു എൻ്റെ മുഖ്യ കാരണം. दशहरे के छुट्टियों में घर जाने का विचार मैंने स्थगित कर दिया. एनुवെച്ചാൽ दशहरे की छुट्टियों में, दशहरा मीन्स विजयादशमी, दशहरा मीन्स दशहरा, विजयादशमी, दशहरा. विजयादशमी दशहरा मीन्स विजयादशमी. ओके. दशहरे के छुट्टियों में कब जाने का विचार मैंने कर दिया. ഈ ദശഹരയുടെ ചുട്ടിയിലാ ലീവിലാ ഞങ്ങൾ വീട്ടിൽ പോകാനുള്ള തീരുമാനങ്ങൾ എടുത്തു. കർപ്പർ അവർ അധികം ബോഞ്ചുമൈനാക്കിയിടല്ല ചാട്ടാത്ത കർപ്പർ വീട്ടിനുള്ളിൽ അധികമായിട്ടുള്ള ബോഞ്ചുമൈൻഡാകുന്ന വെച്ചാൽ അധികം ഭാരം എടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. നക്കിഡാലിന ചാട്ടാത്ത बोर्डिंग हाउस में अकेले रहना कठिन लगा रहा था. हिंदू में पढ़ाई की तैयारी करना चाहता था. ബോർഡിംഗ് ഹൗസിൽ അകലെ ഒറ്റയ്ക്ക് രചന താമസിക്കുകയും കഠിനമാണെന്ന് വെച്ചാൽ ഈ ബോർഡിംഗ് ഹൗസിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നത് കഠിനമായതുകൊണ്ടും ഹിന്ദുമായി പഠായിക്ക് തരണ കാരണം ഞാൻ എന്നാൽ മൈ പഠായിക്ക് തയ്യാറി കരണ ചാഹता. ഞാൻ പഠിക്കുന്നതിനാണ് തയ്യാർ എടുത്തത്. മൈ പഠായിക്ക് തയ്യാറി കരണ अच्छा अंक प्राप्त करने के लिए പഠന ആവശ്യകത, മുഖ്യമായ മാർക്ക് ലഭിക്കുന്നതിന് എനിക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു മുഖ്യ ആവശ്യകത തന്നെയാണ്. നല്ല രീതി വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ എന്തോ കിട്ടത്തുള്ളൂ, നല്ല നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. ഐസെ ഈശ്വരിനെ മുച്ചപ്പനെ കർച്ചലിനേക്ക ആമന്ത്രണ ദിയ. ഐസേമേം അങ്ങനെ ഈശ്വരിനെ മുച്ചപ്പനെ കർച്ചലിനേക്ക ആമന്ത്രണ ദിയ. അങ്ങനെ തൻ്റെ വീട്ടിൽ പോകാനുള്ള ആമന്ത്രണ വിളി വന്നു. മൈനെ സ്വീകാർ കർ ദിയ. ഞാനത് സ്വീകരിച്ചു. क्योंकि उसके साथ पढ़ाई की अच्छी तैयारी हो जाती. ഞാൻ എന്താണ് അത് തയ്യാറെടുത്ത് ഞാൻ ആ ക്ഷണം സ്വീകരിച്ചത്? ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഉസ്കെ സാത്ത് അവൻ്റെ അടുത്ത് പഠായിക്ക് അഞ്ചി തയ്യാറിക്കോ പഠിക്കാനുള്ള നല്ല തയ്യാറെടുപ്പ് ഹോ ജാതി ഉണ്ടായെന്ന് വെച്ചാൽ നല്ല ഒരു ഇതായിരുന്നു തയ്യാറിക്കോ. ഉസ്കെ സാത്ത് പഠായിക്ക് അഞ്ചി തയ്യാറിക്കോ ജാതി നല്ലൊരു തയ്യാറെടുപ്പ് അവന് ഉണ്ടായിരുന്നു. ഓക്കെ. സെമീന്ദാരോഗ്യ ബുരായി സിദ്ധാന്തോഗ്യ അനുസരണയും ഞാൻ ആ കൂടമകളുടെ മോശമായിട്ട് സിദ്ധാന്തങ്ങളെ അനുസരിച്ചിരുന്നില്ല. എന്നാലെന്തോ അപ്പനി ആർത്തിക സ്ഥിതിക്ക് കാരണം കർത്ത അതിൻ്റെ ആർത്തിക സ്ഥിതിയിലുള്ള കാരണങ്ങൾ കൊണ്ടായിരുന്നു. ആർത്തിക സ്ഥിതി നഹി കർത്താഥ. ദശഹരയ്ക്ക് ചുട്ടിയോമേ കർ ജാനേക വിചാർ മൈനെ സ്ഥിതി ഇത് കർദിയ. ദശഹരയ്ക്ക് ചുട്ടിയോമേ ആ ദശഹരയിലെ ചുട്ടിയിൽ ഹർ ജാനേക വിചാർ വീട്ടിൽ പോകുന്നതിനുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു. കർപ്പ സ്ഥിതി കർദിയ എന്ന് വെച്ചാൽ വെക്കേഷൻ്റെ ദശഹരയുടെ അവധിയിൽ വീട്ടിൽ പോകാനുള്ളൊരു അനുമതി കിട്ടി. കർപ്പർ അധികം ബോച്ചുമെന്നാക്കി ഡാലിന ചാകത്താത്ത. വീട്ടിൽ അധികം ഭാരം ഞാൻ എടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. കാരണം വീട്ടിൽ ചെന്നാൽ അതൊക്കെ ഇല്ല. അതുകൊണ്ട് ഞാൻ അധികമായിട്ടുള്ള ഭാരം നഹി ഡാലിന ഇടാൻ ആഗ്രഹിച്ചില്ല. ബോർഡിംഗ് ഹൗസുമേ അകലെ രചന ബോർഡിംഗ് ഹൗസിൽ ഒറ്റയ്ക്ക് താമസിച്ചത് കഠിനമായിട്ട് തോന്നി. നോക്കിയേ, ഹിന്ദുമായി പഠായിക്ക് തയ്യാറി കാരണം ഞാൻ എന്നാൽ പഠിക്കുന്നതിനാണ് തയ്യാറെടുപ്പെടുത്തത്. എന്ന് വെച്ചാൽ എനിക്ക് നല്ല രീതിയിൽ പഠിക്കണേ, അതിനാണ് ഞാൻ തയ്യാറെടുത്തത്.
लिए പഠന ആവശ്യകത നല്ല അങ്ക് നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടി करने के लिए പ്രാപ്തമാക്കുന്നതിന് വേണ്ടി പഠന ആവശ്യകത പഠിക്കുന്നത് എന്താണ് ആവശ്യകമാണ് ऐसे में ईश्वर ने मुझे अपने घर चलने का आमंत्रण दिया അങ്ങനെ ഈശ്വർ മുझे अपने घर चलने का തൻ്റെ വീട്ടിൽ പോകാനുള്ള ഒരു ക്ഷണനം ഉണ്ടായി मैंने स्वीकार कर लिया ഞാനത് സ്വീകാരത്തിൽ എടുത്തു क्योंकि എന്തുകൊണ്ടെന്നാൽ उसके साथ पढ़ाई की अच्छी तैयारी हो जाती उसके साथ അവൻ്റെ അടുത്ത് പഠിക്കുന്നതിനുള്ള നല്ലൊരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു ईश्वर ने मुझे पगले की बता दिया कि ईश्वर ने मुझे ने पगले की बता दिया कि पगले आदमी പറഞ്ഞു उसके घर पर मुझे जमींदारों की बुराई नहीं करना उसके घर पर അവിടെ വീട്ടിൽ मुझे जमींदारों की എനിക്ക് ആ ഭൂവുടമകളുടെ ബുരായി നഹി കർണേ ആ മോശ സ്വഭാവങ്ങളെ അംഗീകരിക്കേണ്ടി വരില്ല കാരണം എന്തുകൊണ്ടെന്നാൽ ഉസ്കെ കർവാലെ ബൂരാമാൻ ചായെങ്കിൽ ഞാൻ എൻ്റെ കർവാലകൾ ബൂരാമാൻ ചായെങ്കിൽ ഉൻ സബുക്കോ असामियों पर शासन करने की आदत അവർ उन सबको അസാമിയോं का शासन അവരുടെ അസാമികളുടെ शासन ആ ഭരണത്തിൽ ആദത്ത് അവരുടെ ആ സ്വഭാവം അവർ പ്രകടിപ്പിച്ചിരുന്നു भगत सब पर मेरा राव डालना चाहता था ताकि सब लोग उसी के समान मेरी भी आव भगत करें ओके ताकि നേരെ മറിച്ച് सब लोगों എല്ലാ ആൾക്കാരും उसी के समान അവരുടെ ആ സാധനങ്ങൾ मेरी भी आव भगत करें ईश्वरी ने हम दोनों का सेकंड क्लास का टिकट लिया ईश्वरी എന്തോ ഇത് हम दोनों का ഞങ്ങൾക്ക് രണ്ടുപേർക്കും സെക്കൻഡ് ക്ലാസ്സിലെ എന്താണ് ടിക്കറ്റ് ലിയ സെക്കൻഡ് ക്ലാസ്സിലെ ടിക്കറ്റ് എടുത്ത് മൈൻഡ് ഉത്സാഹിത വളരെയധികം ഉത്സാഹിതനായിരുന്നു पगली बार सेकंड क्लास में सफर करने का सौभाग्य प्राप्त हुआ पगली बार ആദ്യത്തെ പ്രാവശ്യമാണ് സെക്കൻഡ് ക്ലാസ്സിലെ സഫർ करने का सौभाग्य प्राप्त हुआ പിന്നെ എന്തുവാ സെക്കൻഡ് ക്ലാസ്സിലെ ഒരു സെക്കൻഡ് റൂമിലൊരു ആ യാത്ര എന്ന് വെച്ചാൽ ടിക്കറ്റൊക്കെ എടുത്ത് സീറ്റ് റിസർവേഷനൊക്കെ ചെയ്ത് പോകുന്ന ആ ഒരു യാത്ര അവരുടെ ജീവിതത്തിൽ നല്ലപ്പോഴാണ് ഉണ്ടായത് ഖാടി ആനിയമി അപ്പി ദേർത്തി വണ്ടി വരുന്നതിന് അല്പം മുമ്പേ സ്റ്റേഷൻ पर कुछ देर घूमे फिर സ്റ്റേഷൻ്റെ कुछ देर में घूमे फिर അവിടെ ചുറ്റിക്കറങ്ങി റിഫ്രഷ്മെൻറ്റ് റൂം ഖാന ഖാനെ ചലേ ഗയ തിന്നാനും കുടിക്കാനായിട്ട് പോയി बेडर हम दोनों के पगनावे से ही मुझे समझ गया था ओके റിഫ്രഷ്മെൻറ്റ് റൂമേ ഖാന എന്ന് വെച്ചാൽ അവിടെ റിഫ്രഷ്മെൻറ്റ് റൂമിൽ പോയി बेडर हम दोनों के पगना से मुझे समझ गया कि वह ईश्वरी की आव भगत करेगा था मुझे उसकी गुस्ताखी सगन नगीन हो रही थी ओके बेटर हम दोनों अंगो भगना में मुझे समझ गया कि ईश्वर की आव भगत ईश्वरൻ്റെ ആവ ഭഗത്ത് നല്ല ആ സ്വീകരണത്തിൽ आव भगत मुझसे उनकी गुस्ताखी सगन नगी हो रही थी खाने का पूरा खर्च ईश्वरी ने किया था എന്ന് വെച്ചാൽ നല്ല മുझसे उसकी गुस्ताखी सगन नगी അവന് ആ നല്ല ഭക്ഷണങ്ങൾ ഓർഡർ ചെയ്ത് ആ ഭക്ഷണം കഴിക്കുന്നതിനുള്ള എല്ലാ ചെലവുകളും ആരാണ് നടക്കിയത് ഈശ്വരനെ കിയ ഈശ്വരി കൊടുത്തു തഥാ ചലത്തെ സമയത്ത് അട്ടനെ കാൻസാമുക കാത്തു പറയുക എന്നിട്ട് 8 അണ ആ കാൻസാമയ്ക്ക് കാൻസാമ എന്ന് വെച്ചാൽ കുക്കറിൻ്റെ എന്ന് വെച്ചാൽ ആ തസ്തരി ആ ഭക്ഷണം വിളമ്പി തരുന്നവരുടെ കയ്യിൽ വെച്ച് കൊടുത്ത് ബേസവ് മുച്ച് അൻതേക്ക കറേകത്തെ ജോ മുച്ച് സെസകന്നകി കോരകാത്ത ബേസവ് മുച്ച് അൻതേക്ക അവരെല്ലാം കണ്ടിട്ട് ജോ മുച്ച് സെസകന്നകി കോ എനിക്കൊരു ലൊഡി യാതൊരു സകലവും ഉണ്ടായിരുന്നില്ല ഈശ്വരി കാൻസാമോക്ക് പ്രശംസ കരകാത്ത ഹിന്ദുമായി കിന്ന് ഇത്ത ഈശ്വരി കാൻസാമാക്കി പ്രശംസ കരകാത്ത ഈശ്വരി ആ കാൻസാമയെ എന്തോ ഇത് പ്രശംസിച്ചു ഹിന്ദുമായും കിന്നെത്ത എന്നാൽ ഞാനത് ഖിന്നമായിരുന്നു നോക്കിയേ ഈശ്വരി മേരാ മിത്രത്ത ഈശ്വരി എൻ്റെ കൂട്ടുകാരൻ ആയിരുന്നു ബഗത്ത് അമീർത്ത വളരെയധികം എന്തായിരുന്നു പാവപ്പെട്ടവൻ ആയിരുന്നു ബഗത്ത് അമീർത്ത അവർ വേ ഗരീബും ഞാൻ ആരായിരുന്നു ഗരീബും ആയിരുന്നു ജമീന്ദാർ പരിവാർക്ക് സംബന്ധിത ഞാൻ പരിവാർക്ക് ഗരീബ് ഭഗത് ജമീന്ദാർ പരിവാർക്ക് സംബന്ധിത
वे प्राय का जमींदारों की बुराई करता रहता थे, हिंदू को बुरा नहीं मानता था. എന്നാൽ जमींदारों को पाश्चात्य लेता और तर्क में हार जाने पर भी मुस्कुराता रहता. जमींदारों को पाश्चात्य लेता, जमींदारों ഭാഷ എടുക്കുകയും തർക്കം എന്തിനാ ഹാർജാന എന്തെങ്കിലും ഒരു തർക്ക വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് അതിൽ പരാജയപ്പെടുക, അവസാനം അത് മുസ്കുരാത്ത രംഗത്തെ പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. ഓക്കെ. അമീരോങ്കി ഫാംതി ഉസ്മേ ഭേദത്തി അവർ ഖണ്ഡതാത്തി. അമീരോങ്കി ഫാംതി, അമീരെ പോലെ, പാവപ്പെട്ടവരെ പോലെ. അമീരോങ്കി ഫാംതി ഉസ്മേ ഭേദത്തി അവർ ഉത്കണ്ഠതാത്തി. നൗകരന്റെ സാത്ത് ഉസ്ക വ്യവഹാർ ബഹുത്തിക്ക് കടോരത്തെ. ഈ വേലക്കാരോടൊപ്പം അവരുടെ പെരുമാറ്റങ്ങൾ എന്തായിരുന്നു? ബഹുത്ത് കഠോരമായിരുന്നു. ഹിന്ദു അപ്പനെ ദോസ്തവും വിശേഷക്കാർ മേരെ സാത്ത് ഉസ്ക വ്യവഹാർ ബഹുത്തിക്ക് നമ്രത. അപ്പനെ ദോസ്തവും തൻ്റെ കൂട്ടുകാരോട് വിശേഷിച്ച് മേരെ സാത്ത് ഉസ്ക വ്യവഹാർ ബഹുത്തിക്ക് നമ്രത. मैं जमींदारों की बुराई सिद्धांतों के अनुसार नहीं अभिध आदमी ആർത്തിക സ്ഥിതിക്ക് കാരണം കർത്തുന്ന വെച്ചാൽ ധനത്തോടുള്ള ആർത്തിക സ്ഥിതിയുമേ ധനത്തോടുള്ള ധനത്തെ സംബന്ധിച്ചുള്ള ആ സ്ഥിതിയിൽ വളരെയധികം കാരണം വെച്ചാൽ പണമില്ലായിരുന്നു, അതിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു. ദശകരയ്ക്ക് ചുട്ടിയുമേ കർജാനയ്ക്ക വിചാരണ മൈനസ്ഥിതിക്ക് കർദിയ. ഈ ദശകരയ്ക്കയുടെ ചുട്ടിയിലെ വിജയദശമിയുടെ ചുട്ടിയിൽ കാർജാനേക്ക വീട്ടിൽ പോകാനുള്ളൊരു പെർമിഷൻ ഉണ്ടായി. കർപ്പർ അവർ അധികം ബോച്ചുമേ നഹിഡാൽന ചാത്താത്ത. എന്നാലും കർപ്പർ അതിൽ അധികമായിട്ടുള്ള പോകാനും നഹിഡാൽന എന്ന് വെച്ചാൽ പാല് ചുമക്കാൻ നഹിഡാൽന ചാത്താത്ത. ബോർഡിംഗ് ഹൗസുമേ അകലെ രചന കഠിന രകാത്ത എന്ന് വെച്ചാൽ ബോർഡിംഗ് ഹൗസിലും ഒറ്റയ്ക്ക് പഠിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി. ഹിന്ദുവുമായി പഠായിക്ക് തയ്യാറി കാരണം ചായത്ത് നിന്നാൽ ഞാൻ പഠിക്കാൻ തയ്യാറെടുത്തിരുന്നു. അച്ഛയ അംഗ പ്രാപ്ത കർണകേലിയ. നല്ലൊരു അംഗം പ്രാപ്തമാക്കുന്നതിന് വേണ്ടി പഠിക്കുന്നത് ആവശ്യമായി ഇരുന്നു. ഐസേ മേ ഈശ്വരീനെ മുച്ച് അപ്പനെ കർച്ചലിനേക്ക് ആമന്ത്രണ ദിയ. ഐസേ അങ്ങനെ ഈശ്വരനെ ഈശ്വരക്ക് അപ്പനേക്കാൾ ചലനേക്ക തൻ്റെ വീട്ടിൽ പോകുന്നതിനൊരു ആമന്ത്രണ എടുത്തു. മൈനെ സ്വീകാർ കർ ലിയ. ഞാനത് സ്വീകരിച്ചു. ക്യോങ്കി ഉസ്കെ സാത്ത് പഠായിക്ക് അച്ഛൻ തയ്യാറി ഹോ ജാത്തി. എന്നാൽ ക്യോങ്കി എന്തുകൊണ്ടെന്നാൽ ഉസ്കെ സാത്ത് അവനോടൊപ്പം പഠിക്കുന്നതിനാണ് ഞാൻ എടുത്തത്. ഈശ്വരീനെ मुझे पगले की बता दिया कि उसके घर पर मुझे जिम्मेदारियों की बुराई नहीं करनी, क्योंकि उसके घर वाले बुरा मान जाएंगे. उन सबको असामियों पर शासन करने की आदत है. भगत सब पर मेरा डालना चाहता था ताकि सब लोग उसी के सामान मेरी भी आप भगत करें. ഈശ്വരീനെ ഹം ദോനോ കാ സെക്കൻഡ് ക്ലാസ് കാ ടിക്കറ്റിലെ. ഈശ്വരി എന്നത് രണ്ടു പേർക്കും സെക്കൻഡ് ക്ലാസ്സിലെ ടിക്കറ്റ് എടുത്തു. മൈബേഗത്ത് ഉത്സാഹിതത്ത. എനിക്ക് വളരെയധികം ഉത്സാഹിതനായിരുന്നു. കാരണം ഞാൻ സെക്കൻഡ് ക്ലാസ്സിലെ ടിക്കറ്റൊക്കെ എടുത്തപ്പോൾ എനിക്ക് വളരെയധികം ഉത്സാഹം ഉണ്ടായി. പകലി ബാർ സെക്കൻഡ് ക്ലാസ് മേ സഫർ കർണേക്ക സൗഭാഗ്യം. ആദ്യ പ്രാവശ്യം തന്നെ സെക്കൻഡ് ക്ലാസ്സിലെ സെക്കൻഡ് ക്ലാസ്സിൽ തന്നെ സഫർ കർണേക്ക സൗഭാഗ്യം, യാത്ര ചെയ്യാനുള്ളൊരു സൗഭാഗ്യം കിട്ടി. ഖാടി ആനയമേ അമി ദേർത്തി സ്റ്റേഷൻ पर कुछ देर घूमे पर. വണ്ടി വരുന്നതിന് അല്പം നേരം മുമ്പ് കുച്ച് ദേറിലെ കുമേപ്പർ സ്റ്റേഷൻ पर കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന റിഫ്രഷ്മെന്റ് റൂം. അത് എന്തായിരുന്നു? റിഫ്രഷ്മെന്റ് റൂമായിരുന്നു. എന്ന് വെച്ചാൽ കാനെ ചലേ ഗയ്യ. കാനെ അവിടെ തിന്നാനും കുടിക്കാനുള്ള ഒരു ഇതായിരുന്നു. बेटर हम दोनों के पगनावे से की मुझे बेटर हम दोनों की पगनावों से की मुझे समझ गया कि भगत ഈശ്വരി की आम भगत करेगा तो मुझे सुन की पुस्तक की सगन नहीं रही. കാനേക്ക എന്ന് വെച്ചാൽ പോകാനുള്ള എല്ലാ ചെലവുകളും എടുത്തതും ഭക്ഷണത്തിൻ്റെ ഉള്ള ബില്ലുകൾ അടച്ചതും എല്ലാം ഈ ഈശ്വരി ആയിരുന്നു. बेसा मुझे अनोखा कर रहे थे, मुझसे सगन नहीं रहेगा था. ഈശ്വരി കാൺസാമോഹി പ്രശംസ കരകാത്ത ഹിന്ദുമായി ഹിംസിത്ത. ഈശ്വരി ഈ കാൺസാമാരെ, ഈ കുക്കറിനകത്ത് സാധനങ്ങൾ കൊണ്ടുവരുന്നവരെ പ്രശംസിക്കുകയും ഹിന്ദുമായി ഹിന്നത്ത.
का एक आदमी दरवाजा खोल ഒരു മനുഷ്യൻ ദർവാസ തുറന്നിട്ട് ഹമാരെ ടിപ്പെ മേ എൻ്റെ ആ മൂക്കിനുള്ളിൽ ആ പതിൽ ആനയ്ക്ക് ചേഷ്ട കർമ്മയിലേക്ക് വരാനുള്ളൊരു ചേഷ്ട കൊടുത്തു. മൈൻ ചില്ലാപ്പട ഞാൻ ഉറക്കെ ചിരിച്ചു. ക്യാഹറേക്കോ എന്ത് ചെയ്യുന്നു? ഏത് സെക്കൻഡ് ക്ലാസ്, ഇതൊരു സെക്കൻഡ് ക്ലാസ് ആണ്. മുച്ചേ പതാക എനിക്ക് അറിയാം. കാക്കർ മക മേരെ പാസ് ആക്കർ വൈറ്റ് ചെയ്യാം. മൻകിമാൻ ബഹത്ത് പശ്ചാത്ത എൻ്റെ മനസ്സിൽ വളരെയധികം പശ്ചാത്താപം ഉണ്ടായി. മുരാദാബാദ് പവഞ്ചനെ पर ബഹത്ത് ലോക കമരി അഹ്വാനി കർണയായി. ഈ മുരാദാബാദ് പവഞ്ചനെ पर മുഹാദാബാദ് ചെന്നതിന് ശേഷം ഒരുപാട് പേര് ഹമാരി അഹ്വാനി കർണയെ എന്നെ ഇത് വെൽക്കം ചെയ്തു, സ്വീകരിച്ചു, സ്വാഗതം ചെയ്തു. ഈശ്വരിനെ മേരി കൂവ് പ്രശംസ, ഈശ്വരി സ്വയം പ്രശംസിച്ചു. ഉൻ സപ്പർ മേരി താക്ക് ജമ കൈവേ മുച്ചെ ഗാന്ധിജി കാ ഭക്ത് സമച്ച് രഹത്തെ, ഞാൻ ഗാന്ധിജിയുടെ ഭക്തനാണെന്ന് അവർ മനസ്സിലാക്കി കാണും. തക ജമ കൈവേ മുച്ചെ ഗാന്ധിജിക്ക് ഭക്തർ സമച്ച് രഹത്തെ. ഓക്കെ, നശ മീൻസ് പ്രൈഡ്. ഓക്കെ, ഈശ്വരി മേരാ മിത്രത भग बेगत आमेर था और माइन करीब भग जमींदार परिवार से संबंधित था. माइन प्राय का जमींदारों की बुराई करता रहता था, हिंदू भग बुरा नहीं मानता था. जमींदारों का पक्ष लेता और तर्क में हर जाने पर भी मुस्कुराता रहता. अमीरों को फामदी उसमें वेदती और उत्खंडता थी. नौकरों के साथ उसका व्यवहार बहुत ही कठोर था, किंतु अपने दोस्तों विशेषकर मेरे साथ उसका व्यवहार बहुत ही नम्र था. मैं जमींदारों की बुराई सिद्धांतों के अनुसार नहीं अपितु अपनी आर्थिक स्थिति के कारण करता था. दशहरे की छुट्टियों में घर जाने का विचार मैंने स्थगित कर दिया. घर पर और अधिक बोझ में नहीं डालना चाहता था. बोर्डिंग हाउस में अकेले रहना कठिन रहा था, किंतु मैं पढ़ाई की तैयारी करना चाहता था. अच्छे अंक प्राप्त करने के लिए पढ़ना आवश्यक था. ऐसे भी ईश्वरी ने मुझे अपने घर चलने का आमंत्रण दिया. मैंने स्वीकार कर लिया, क्योंकि उसके साथ पढ़ाई की अच्छी तैयारी हो जाती. ईश्वरी ने मुझे पगले की बता दिया कि उसके घर पर मुझे जमींदारों की बुराई नहीं करना, क्योंकि उसके घर वाले बुरा मान जाएंगे. उन सबको आसामियों पर शासन करने की आदत के बगैर सब पर मेरा राउंड डालना चाहता था, ताकि सब लोग उसी के सामान मेरी भी आप भगत करें. ईश्वरी ने हम दोनों का सेकंड क्लास का टिकट लिया. मैं बहुत उत्साहित था. पहली बार सेकंड क्लास में सफर करने का सौभाग्य प्राप्त हुआ. खाली आने में अभी देर थी. स्टेशन पर कुछ देर में फिर रिफ्रेशमेंट रूम में खाना खाने चले गए. नेक्स्ट, बेडर हम दोनों के पहनावे से ही मुझे समझ गया था. बाकी ईश्वरी की आवभगत कर रहा था. मुझसे उसकी गुस्ताखी नहीं गोरे की थी. खाने की पूरा खर्च ईश्वरी ने किया था. चलते समय एक अटली खानसामे के कात पर रहा दी. वे सब मुझे अनदेखा कर रहे थे, जो मुझसे सगन नहीं हो रहा था. അപ്പോൾ നമ്മൾ നെഷ എന്ന പാഠമാണ് പഠിച്ചത്. ഇതിലെ അടുത്ത ബാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്.